നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയർലൻഡിലെ നേഴ്സസിൻ്റെ അവസരങ്ങളെക്കുറിച്ചും പുതിയ ക്രൈറ്റീരിയയെക്കുറിച്ചും നാട്ടിൽ നിന്നുള്ള നേഴ്സസിന് ഇനി സാധ്യതകൾ ഉണ്ടോ എന്നും മറ്റും പറഞ്ഞ് ചില വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ഓവർസീസ് നേഴ്സസിൻ്റെ അവസരങ്ങളും ഏത് ഏജൻസിയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതെന്നും അതിന് കിട്ടുന്ന സാലറി എത്രയെന്നും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഇൻ്റർവ്യൂ എന്നുമൊക്കെ വിശദമായി പറയുന്നതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ആവശ്യമുള്ള മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും അതത് സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞങ്ങളിവിടെ പറയുന്ന ഏജൻസികളുണ്ട്, അതുപോലെ തന്നെ ജോബ് സൈറ്റുകളുണ്ട്. ഇവിടെയൊക്കെ നേഴ്സസിനെ മാത്രമല്ല ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനും സാധ്യതകളുണ്ട്. ഇത് രണ്ടും ചേർത്താണ് ഞങ്ങളിവിടെ പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ലിങ്ക്ഡിൻ, ഇൻഡീഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ജോബ് സെർച്ചിങ് സൈറ്റുകളുടെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഇത് അയർലൻഡിൽ മാത്രമല്ല, ലോകത്ത് എവിടെയാണെങ്കിലും ഇതുവഴി നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വഴി ഒരു പരിധിവരെ എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ. നിങ്ങൾ ഒരു തവണ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ 10 തവണ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് ഒരറിയിപ്പും കിട്ടിയില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ നിരാശരാവേണ്ട കാര്യമില്ല. നൂറുകണക്കിന് നേഴ്സുമാരാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്ത് അയർലൻഡിൽ എത്തിയിരിക്കുന്നത്. പല വീഡിയോയുടെയും കമൻറ്റുകളിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. നേഴ്സസ് അല്ലാതെ മറ്റ് ഇതര IT, ഫാബ്രിക്കേഷൻ, എഞ്ചിനീയേഴ്സ്, കാർപ്പൻ്റർ, കേബിൾ ജോയിൻറ്റേഴ്സ് തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇവിടെ ആളുകൾ ജോലി കിട്ടി വന്നിട്ടും ഉണ്ട്. ഇതിൽ പലരും നമ്മുടെ വീഡിയോയിൽ കമൻറ്റും ഇട്ടിട്ടുണ്ട്. അതിൽ ചിലർക്ക് വീടെടുക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡാറ്റ അല്ലെങ്കിൽ CV സെൻഡ് ചെയ്യുന്നതിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ ധാരാളം മതി. നിങ്ങൾ അവർക്ക് മെയിൽ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്നുവരെ ജോലി കിട്ടുന്നോ അന്നുവരെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുക. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയർലൻഡിലേക്ക് പോകാൻ സമയമായെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ആദ്യം സ്ക്രീനിൽ കാണിക്കുന്നത് ലിങ്ക്ഡിനിൽ വന്ന കുറച്ച് വേക്കൻസിയാണ്. ഏകദേശം 93 നേഴ്സസിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ ഈ പേജിൽ കാണിക്കുന്നത്. അതിൽ കൂടുതലും ഈ ഓഗസ്റ്റ് മാസം പബ്ലിഷ് ചെയ്ത വേക്കൻസികളാണ്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കാണിക്കുന്നത് ഏത് ഏജൻസിയാണോ നിങ്ങളെ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേരായിരിക്കും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അറിയാനും കഴിയും. അടുത്തത് ഇൻഡീഡിൽ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ തന്നെ അവിടെ 69ഓളം വേക്കൻസികൾ ഇൻ്റർനാഷണൽ നേഴ്സസിനെ ആവശ്യമുള്ളതായി കാണിക്കുന്നുണ്ട്. ആ ജോബുകളുടെ വിശദ വിവരങ്ങൾ സ്ക്രീൻ റെക്കോർഡായി തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല സാലറിയാണ് അവർ അതിൽ പറയുന്നത്. ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസൊക്കെ ആണെങ്കിൽ, അതായത് ഗൾഫ് മേഖലയിൽ ഒക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ അവർക്കൊക്കെ സ്യൂട്ടബിളായിട്ടുള്ള മേഖലകളൊക്കെ ഉണ്ടാകും. അത് നോക്കി അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഇതിലൂടെ നിങ്ങൾക്ക് അയർലൻഡിലുള്ള ഒരുപാട് നഴ്സിംഗ് ഹോമുകളെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും കുറിച്ച് അറിയാനും അവിടേക്ക് നിങ്ങൾക്ക് നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടോ ഒക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും കഴിയും. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ നല്ലൊരു ജോലി. ബി പോസിറ്റീവ്. അടുത്തത് irishjob.i എന്ന ഒരു സൈറ്റാണ്. അതിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളിലേക്കുള്ള 53 നേഴ്സസിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത്. പല പല ഏജൻസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. recruit.net, TTM ഹെൽത്ത് കെയർ സൊല്യൂഷൻ, ബീക്കൺ മെഡിക്കൽ ഗ്രൂപ്പ് അയർലൻഡ്. ഇത് യൂറോപ്പിൽ ആകമാനമുള്ള ഒരു ഹോസ്പിറ്റൽ ശൃംഖലയാണ് ബീക്കൺ. നേഴ്സസിനെ വളരെ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത്. ഡബ്ലിനിലാണ് ഈ ഹോസ്പിറ്റൽ അയർലൻഡിലുള്ളത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്, എപ്പോഴും ഇവരുടെ ജോബ് വേക്കൻസികൾ പറഞ്ഞ് വീഡിയോ ഇടാറുണ്ട്.
KCR ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർ റിക്രൂട്ട്മെൻറ്റ്. ആയിരക്കണക്കിന് ഇൻ്റർനാഷണൽ നേഴ്സസിനെ അയർലൻഡിൽ എത്തിച്ചിട്ടുള്ളതും HSCയുടെ റിക്രൂട്ട്മെൻറ്റ് പാർട്ണറുമായ KCR എന്ന ഏജൻസിയെ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. അയർലൻഡിൽ മാത്രമല്ല, ഇവർ UK-യിലേക്കും നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നവരാണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് സ്ക്രീനിൽ ഞാൻ വ്യക്തമായി എഴുതി കാണിക്കുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന്. മാത്രമല്ല, ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ആദ്യം മുതൽ അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്, അയർലൻഡിലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ്. HSCയിലെ സ്റ്റാഫിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, റീലൊക്കേഷൻ പാക്കേജ്, ആഴ്ചയിലെ ഡ്യൂട്ടി ടൈം, പെർ ആനം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, അങ്ങനെ HSC ഒരാളെ അയർലൻഡിൽ നേഴ്സായി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ കൊടുക്കുന്നത്, ഇതെല്ലാം വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കിയതിന് ശേഷം അവസാനം ഈ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. മാൻഡറ്ററിയായി വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എഴുതി ചേർക്കുക, രജിസ്റ്റർ ചെയ്യുക. ഉറപ്പായും അവർ നിങ്ങളെ പരിഗണിക്കും. ഇനി കുറച്ച് വെബ്സൈറ്റുകളും കുറച്ച് ഏജൻസികളെ കൂടിയും പരിചയപ്പെടുത്താം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു irishjob.ie കുറിച്ച്. ഇപ്പോൾ ഇവിടെ ഏകദേശം 380 വിസ സ്പോൺസർഷിപ്പ് നേഴ്സസ് ജോബുകൾ അയർലൻഡിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമുള്ളതായി കാണിക്കുന്നുണ്ട്. ഇനി വരെ സ്ഥാപനം ബ്ലൂബേർഡ് കെയർ എന്ന ഏജൻസിയിൽ ധാരാളം വേക്കൻസികൾ കാണിക്കുന്നുണ്ട്. അടുത്തത് PE ഗ്ലോബൽ എന്ന സ്ഥാപനമാണ്. മറ്റൊരെണ്ണം ഹൈഫീൽഡ് ഹെൽത്ത് കെയർ എന്ന സ്ഥാപനമാണ്. ഇവിടെ സൈക്യാട്രിക് നേഴ്സസിനെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ വർക്കറെയും നോക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു ഏജൻസിയാണ് CPL. കൂടാതെ കെയർ എന്ന മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട്. ഇനി നാട്ടിൽ നിന്ന് നേഴ്സസിനെയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയും ഒക്കെ കൊണ്ടുവരുന്ന ചില ഏജൻസികളെ ഒന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് ഹോളി ലാൻഡർ എന്ന ഏജൻസിയാണ്. മറ്റൊരു ഏജൻസി ബ്രിഫിനി സൊല്യൂഷൻ ആണ്. MMA റിക്രൂട്ട്മെൻറ്റ് എന്ന ഒരു ഏജൻസിയും ഉണ്ട്. ഇവർക്ക് നേഴ്സസിനെയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയും അയർലൻഡിലേക്ക് കൊണ്ടുവരുന്ന ഏജൻസികളാണ്. അപ്ലൈ ചെയ്ത് നോക്കുക. ഇനിയും പറയാൻ ധാരാളം ഏജൻസികളുണ്ട്. വീഡിയോ അധികം നീണ്ടുപോകാതിരിക്കാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ ഏജൻസികളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, 1-2 അപ്ലൈ ചെയ്ത് മടിപിടിച്ചിരിക്കാതെ ജോലി കിട്ടുന്നതുവരെ പ്രാർത്ഥനയോടുകൂടി ജോബ് സെർച്ച് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.